നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മളെ മുറിവേൽപ്പിച്ചവർ ഒത്തിരി പേരുണ്ടായിരിക്കും. ഒരുപാട് വേദനകൾ തന്ന് സമ്മാനിച്ചവരും ഒത്തിരി പേരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അത് മനസ്സിൽ വെച്ച് നമ്മളിങ്ങനെ വിഷമത്തോടു കൂടി ജീവിക്കും. അവരത് മറന്നു പോവുകയും ചെയ്യും. അവർ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളെ കാണുമ്പോഴോ ചിലപ്പോൾ നമ്മളോട് മിണ്ടിയെന്നിരിക്കില്ല. ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛഭാവത്തോടെ എന്തൊക്കെയോ നേടിയ പോലെ നടക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് അവരോടുള്ള ആ വിഷമം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വൈരാഗ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്തല്ലോ എന്നോർത്ത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവുകയും ചെയ്യും, ഇല്ലേ? പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ നമ്മളെ കുത്തി നോവിക്കുന്നവർ നല്ല സന്തോഷവാന്മാരായിട്ടിരിക്കണം നമുക്ക് കാണാൻ പറ്റും. നമ്മളോ അതോർത്ത് വിഷമിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ അവരെ കാണുമ്പോഴും അല്ലാത്തപ്പോഴും എന്നാലും എന്നോടത് ചെയ്തല്ലോ എന്നിങ്ങനൊരു ചിന്തയോടുകൂടി ഇരിക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും ഉള്ളൊരു പ്രതിഭാസമാട്ടോ. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുകയില്ല, നമ്മൾ രോഗത്തിന് അടിമയാക്കുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യുക, നമ്മളതിനൊക്കെ വിട്ടുകളയുക. കാലം എന്നൊരു ഇതുണ്ടെങ്കിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യും, ഇല്ലേ? സത്യം എന്താണെന്ന് തെളിയും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പലരുടെയും ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഒക്കെ ഒത്തിരി പേര് വേദനിപ്പിച്ചവരുണ്ട്, പലപ്പോഴായിട്ട് വേദനിപ്പിച്ചവരുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും അത് ഓർത്ത് വിഷമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഞാൻ അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് ഒരു മനസ്സിനൊരു ശാന്തി കിട്ടാൻ വേണ്ടി മാത്രം. പക്ഷെ ഓർക്കാതിരിക്കുകയൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കും, അത്രമാത്രം.